നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കണതേ കോട്ടപ്പുറം പാലത്തിൻ്റെ മുകളിലട്ടാ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം അല്ല, ഇത് കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോകുമ്പോൾ ആര്യമ്പാടം അതുപോലെ മെഡിക്കൽ കോളേജ് റോഡുണ്ട്, അവിടെയുള്ളൊരു കോട്ടപ്പുറം പാലം. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. പാലത്തിൻ്റെ മുകളിലൂടെ മെല്ലെ നടന്നു നോക്കട്ടെ. ഇതിൻ്റെ ഇരുവശങ്ങളിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. വെള്ളം കുറവാണ്, ചെറിയ ചായപ്പിടിയൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. ഇതേ ആ കാണുന്നതാണ് ചെറിയ ചെക്ക് ഡാം പോലുള്ളത്. അവിടേക്കൊന്ന് നടന്നു പോയി നോക്കാം. പാലത്തിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ചെക്ക് ഡാം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, അവിടുത്തെ കാഴ്ച എങ്ങനെയുണ്ടെന്ന് കാണാം. പാലത്തിൻ്റെ തൊട്ട് അടുത്തുള്ള റോഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ റോഡിൻ്റെ അവിടെ നിന്ന് നല്ല ഇതിലൂടെ താഴത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആ ചെക്ക് ഡാമിൻ്റെ അവിടേക്ക് എത്താം. നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഒരു പ്ലാവ് കാണുന്നുണ്ട്. പ്ലാവിൻ്റെ സൈഡിലൂടെ ഒരു നേരെ വഴി പോകുന്നുണ്ട്. പ്ലാവിൻ്റെ മുകളിൽ അത്യാവശ്യം ചക്കയുണ്ട്. ചക്ക കണ്ടപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടാണ് ഓർമ്മ വന്നത്. വരിക്ക ചക്കയുടെ ചുള കണ്ണൊക്കെ ഒരു തുടുത്തൊരു കല്യാണി എന്നുള്ള പാട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത്. നമ്മളെ ഈ തെങ്ങിൻ തോപ്പിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് ഇപ്പുറത്ത് വാഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു മോട്ടോർ പേരൊക്കെ ഉണ്ട് കേട്ടോ. അത് തകർന്ന് ഇരിക്കുകയാണ്. ഈ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റാനും കുടിവെള്ളത്തിന് ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ചെക്ക് ഡാമിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്, ഏകദേശം തൊട്ടടുത്ത്. സംഭവം അടിപൊളിയാണ്. ചൂണ്ടിട്ടിട്ട് ഇരിക്കാനും മീൻ പിടിക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ്. വെള്ളം നന്നായിട്ട് പതഞ്ഞൊഴുകുന്നുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടാ. ഈ പാലം ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ കാണാം. നമ്മളിവിടെ എത്തിയിട്ടാ, ചെക്ക് ഡാമിൻ്റെ വളരെ അടുത്തെത്തി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. നല്ല ശക്തമായിട്ടുള്ള ഒഴുകുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല, അടിപൊളിയാ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, എന്നാലും ഇത് കാണാനൊരു പ്രത്യേക ഭംഗി കേട്ടോ. നിറഞ്ഞ് പതഞ്ഞ് ഒഴുകണത് കാണാൻ. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ തെന്നി വീണ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകൾ കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ രണ്ട് കരകളിലും വീടുകളുണ്ട്. സംഭവം രക്ഷയിലെ കിടിലനാണ്. മഴക്കാലത്ത് വേറെ വൈബാണ്. മൺസൂൺ സീസണിലാണ് ഇത് നന്നായി ആക്റ്റീവ് ആവുക. അടിപൊളി. ഇത് മഴക്കാലത്ത് മൺസൂൺ സീസണിലാട്ടോ ഇതുപോലെ നിറഞ്ഞു കവിഞ്ഞൊഴുക. അടിപൊളിയുണ്ട് സംഭവം. മഴക്കാലത്ത് പ്രകൃതി മനുഷ്യനായി ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ ഒത്തിരി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മഴക്കാലം എപ്പോഴും മനുഷ്യനെ അറുതിയുടെയും വറുതിയുടെയും കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ചെറിയ ഇത്തരത്തിലുള്ള മനോഹരമായ പ്രകൃതി ഒരുക്കിയ കാഴ്ചകൾ മനസ്സിനെ കുളിര് പകരുന്നതും സന്തോഷം പകരുന്നതുമാണ്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ടേ കുരുത്തി വല ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. അതിൽ മീനൊന്നും കാണാനില്ല. അത് പൊക്കി നോക്കിയാലാ മീനുണ്ടോ ഇല്ലയെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരാനുള്ള വഴിയേ ഇത്തിരി ഡേഞ്ചറാണ്. ചെളിയും അതുപോലെ പുല്ലൊക്കെ ഉണ്ട്. നമ്മളെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകട്ടാ. നമ്മൾ മെല്ലെ ചെക്ക് ഡാമിൻ്റെ അവിടുന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും ആ തെങ്ങുതോപ്പിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ട് റോഡിലേക്ക് എത്താറായി. റോഡിൽ നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകും. നമ്മളാ പ്ലാവിൻ്റെ അടിയിലെത്തിയിട്ടാണ്. നമ്മുടെ വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്താറായി. അപ്പോൾ മഴക്കാല മൺസൂൺ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.